നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി. കോടതി നടപടി BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശം. തിരൂർ സതീഷിന്റെ മൊഴി പോലീസ് ശനിയാഴ്ച രേഖപ്പെടുത്തും. പാലക്കാട് ചിറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി ഒരാൾ മരിച്ചു. മരിച്ചത് മൈസൂർ സ്വദേശിനി പാർവതി. ഒപ്പമുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിനിടെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങളെ കയ്യേറ്റം ചെയ്തതായി പരാതി. CPM പ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് UDF ജനപ്രതിനിധികൾ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗത്തെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി. അയോഗ്യനാക്കിയത് 6ാം വാർഡ് അംഗം PI ഷാനവാസിനെ. CPM തൃത്താല ഏരിയ സമ്മേളനത്തിന് പ്രൗഢോജ്വല തുടക്കം. സമ്മേളനം ഇരുമ്പകശ്ശേരി അമാന കൺവെൻഷൻ സെന്ററിൽ സജ്ജീകരിച്ച VM ബാലൻ മാസ്റ്റർ നഗറിൽ. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 180ഓളം പ്രതിനിധികൾ. ഏരിയ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. സതീഷിന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ BJPയെ പിടിച്ചുലച്ച രാഷ്ട്രീയ വെളിപ്പെടുത്തലായിരുന്നു BJP മുൻ സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയത്. BJP ഓഫീസിൽ 4 ചാക്കുകെട്ടുകളിലായി 6.5 കോടി രൂപ എത്തിച്ചെന്നും പണം എത്തിച്ച ധർമ്മരാജൻ BJP സംസ്ഥാന അധ്യക്ഷനുമായും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു സതീഷിന്റെ വെളിപ്പെടുത്തൽ. ഇതോടെ കേസിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ച സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലിന് പുറമെയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുമെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി. ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു എന്നുള്ളതല്ല, ആർക്കൊക്കെ എത്രയൊക്കെ വഴിയിൽ കൊടുത്തു എന്നുള്ളത് ധർമ്മരാജൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത് ജില്ലാ ഓഫീസിന്റെ ചുമതലയിൽ ഞാൻ ഉണ്ടായ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ അവിടെ കൊണ്ടുവന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയും. നടത്തിയ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തക്കതായിട്ടുള്ള തെളിവുകൾ കയ്യിലുണ്ടോ? അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തും. അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാനിപ്പോൾ ഈ പറയുമ്പോഴും, അതായത് ഒരു കാര്യം, ഒരു സത്യം ഒരാൾ പറയുമ്പോഴും ഒരാൾ നുണ പറയണതും പൊതുജനങ്ങൾക്ക് കേട്ടാൽ മനസ്സിലായ. പിന്നെ ഇതൊരു ചെറിയൊരു കാര്യമല്ല, ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള കാര്യമാണിത്. ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇത്രയും നാളും അവിടെ ജോലി ചെയ്യുന്ന ഒരാളായ കാരണം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പാർട്ടിയുടെ ആളുകളെ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഇപ്പം എനിക്കത് ഞാൻ പറഞ്ഞു സ്വയമായിട്ട്. തുടരന്വേഷണത്തിന് കോടതിയുടെ അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ നാളെ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്ന തൃശൂർ പോലീസ് ക്ലബിൽ രാവിലെ 11 മണിക്കാണ് മൊഴി രേഖപ്പെടുത്തുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ചിറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. മൈസൂർ സ്വദേശിനി പാർവതിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. ലോറി ഡ്രൈവറെ ചിറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിറ്റൂർ ആലാംകടവിൽ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അപകടം നടന്നത്. പഴനിയിൽ നിന്നും എടപ്പാളിലേക്ക് കോഴിയുമായി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് സമീപത്തെ ബസ് സ്റ്റോപ്പിലേക്ക് മറിയുകയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങിയിരുന്ന മൈസൂർ സ്വദേശി പാർവതിയുടെ ശരീരത്തിലേക്കാണ് ലോറി മറിഞ്ഞു വീണത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പാർവതി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 3 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 5 ദിവസം മുൻപാണ് പാർവതി അടക്കമുള്ള 4 അംഗ സംഘം മൈസൂരിൽ നിന്നും ആലംകടവിൽ മീൻ പിടിക്കുന്നതിനായി എത്തുന്നത്. ലോറി ഡ്രൈവറെ ചിറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM തൃത്താല ഏരിയ സമ്മേളനത്തിന് VM ബാലൻ മാസ്റ്റർ നഗറിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രീതിയാണ്.
അങ്ങേയറ്റം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് കൃത്യമായി എല്ലാ 3 വർഷം കൂടുമ്പോൾ സമ്മേളനങ്ങൾ ചേരുന്നത്. ആ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നയവും ആ നയത്തിന്റെ നടപ്പിലാക്കലും അതിന്റെ ഫലമായിട്ടുണ്ടായ പാർട്ടിയുടെ വളർച്ചയും പ്രവർത്തനങ്ങളിലുണ്ടായിട്ടുള്ള കുറവുകളുമെല്ലാം സ്വയം വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും അതിനെല്ലാം ഒടുവിൽ അതാത് തലങ്ങളിൽ പാർട്ടിയെ നയിക്കേണ്ട നേതൃത്വത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഈ ജനാധിപത്യപരമായ പ്രവർത്തന ശൈലി ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ മാതൃക ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയാതെ. മുതിർന്ന അംഗം KP രാമചന്ദ്രൻ പതാക ഉയർത്തി. ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി താൽക്കാലിക അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ K ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. VK മനോജ് കുമാർ രക്തസാക്ഷി പ്രമേയവും MK പ്രദീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പ്രതിനിധി സമ്മേളന ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഗ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P മമ്മിക്കുട്ടി MLA, VK ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച ആരംഭിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 180ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4:30 1000ഓളം റെഡ് വളണ്ടിയർമാരുടെ മാർച്ചും ബഹുജന റാലിയും ആറങ്ങോട്ടുകര സെന്ററിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് പൊതുസമ്മേളനം M ചന്ദ്രൻ നഗറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിനിടെ CPM മുൻ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വനിതകൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളെ കയ്യേറ്റം ചെയ്തതായി പരാതി. പഞ്ചായത്തിന് മുന്നിൽ UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്തിന്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് CPM പ്രവർത്തകരുടെ ഗുണ്ടാവിളയാട്ടം അരങ്ങേറിയതെന്നും ഇത്തരത്തിലുള്ള നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെ രാഷ്ട്രീയപരമായും ആശയപരമായും നേരിടുമെന്നും കുത്തിയിരിപ്പ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർലമെന്ററി പാർട്ടി ലീഡർ PS ലക്ഷ്മണൻ പറഞ്ഞു. ഇന്ന് നടന്ന പഞ്ചായത്തിന്റെ അകത്തിൽ കയറി നടന്ന അക്രമത്തിനെതിരെ പോലീസ് നിയമപരമായി അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണം. അത് കൈക്കൊള്ളുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മെമ്പർമാരെ കയ്യേറ്റം ചെയ്ത ഈ CPMൻ്റെ പ്രവർത്തകർക്കെതിരെയും ഇവിടെ നടന്ന വനിതാ മെമ്പർമാരെ കയ്യേറ്റം ചെയ്ത പ്രതികളായി പറയുന്ന ആളുകൾക്കെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്തു തന്നെ വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് UDFൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് നടന്ന കയ്യേറ്റത്തിന് പോലീസിൻ്റെ കാഴ്ചപ്പാടോടുകൂടി പോലീസ് ഒപ്പം നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കയ്യേറ്റം നടന്നിട്ടുള്ളത്. ഉത്തമ ബോധ്യമായ പോലീസ് മെമ്പർമാരെ കയ്യേറ്റം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാതെ മാത്രമല്ല അതിനെ കൂടുതൽ ഊക്കത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന നടപടികളുമായാണ് ഇതുവരെ മുമ്പോട്ട് പോയിട്ടുള്ളത്. പോലീസിനോടും പറയാനുള്ളത്, പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോടും പറയാനുള്ളത്, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോടും പറയാനുള്ളത്, ഇതുകൊണ്ടൊന്നും ഈ സമരം അവസാനിക്കില്ല. മെമ്പർമാരായ PA ഷാനവാസ്, സലാം, സന്ധ്യ ടീച്ചർ, ഇബ്രാഹിം, നസീറ സുധീർ, സമീറ സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിനെത്തിയ വനിതാ മെമ്പർമാർക്കെതിരെ കയ്യേറ്റവും അസഭ്യവർഷവും ചെയ്ത ബേബിഷ്, ഷാജി എന്നിവർക്കെതിരെ വനിതാ അംഗങ്ങൾ പോലീസിൽ പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാർഡ് മെമ്പറെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് അംഗം PI ഷാനവാസിനെയാണ് അയോഗ്യനാക്കിയത്. പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ലെന്ന് കാണിച്ചാണ് നടപടി.
CPMന്റെ നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്ന് ഷാനവാസ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന 5 കമ്മിറ്റി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് 35/1 ഉപവകുപ്പ് പ്രകാരം ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് അയോഗ്യത കൽപ്പിച്ചത്. നിലവിൽ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ് PI ഷാനവാസ്. എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതവും CPM നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലുമാണെന്ന് ഷാനവാസ് പ്രതികരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കത്ത് നിന്ന് വിളിച്ച യോഗങ്ങളിൽ മുഴുവൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ മാസം 25-ാം തീയതി നടക്കേണ്ട മീറ്റിംഗിനുള്ള നോട്ടീസും ലഭിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കാനുള്ള അധികാരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ഇല്ലെന്നിരിക്കെ ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് PI ഷാനവാസ് പ്രതികരിച്ചു. അല്ലാതെ ഒരു തരത്തിലും ഒരു സെക്രട്ടറിക്ക് നടപടി എടുക്കാൻ ഈ പഞ്ചായത്ത് ജനപ്രതിനിധി അയോഗ്യനാക്കാനുള്ള അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത് കോടതികളും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെയാണ്. ഇത് അത്തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളും ഇല്ലാതെ നാളത്തേക്ക് വരുന്ന പഞ്ചായത്തിന്റെ നോട്ടീസ് കൈപ്പറ്റിയ ആളാണ് 25-ാം തീയതി പങ്കെടുക്കാനുള്ള നോട്ടീസ് കൈപ്പറ്റിയ ആളാണ് മുനിസിപ്പൽ നോട്ടീസ്. അത് പങ്കെടുക്കാതിരിക്കുന്ന സമയത്താണ് തലേ ദിവസം തന്നെ വാർത്ത പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. PTA ഇടപെടൽ ഫലം കണ്ടു. ഈസ്റ്റ് ഒറ്റപ്പാലം ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 6 വർഷം മുൻപ് 4 കോടി രൂപ അനുവദിച്ചിട്ടും പ്രവൃത്തി ആരംഭിക്കാത്തതിനെ തുടർന്ന് സ്കൂൾ PTA കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതി നടപടിയെന്ന് PTA പ്രസിഡന്റ് PM.A. ജലീൽ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2018 വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പൊതുവിദ്യാഭ്യാസ സ്കീമിലെ 27 സ്കൂളുകളിൽ ഉൾപ്പെട്ടതായിരുന്നു ഈസ്റ്റ് ഒറ്റപ്പാലം ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം. ഇത്തരത്തിൽ ഉൾപ്പെട്ട മറ്റ് സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെന്നിരിക്കെ PTA നടത്തിയ ഇടപെടലാണ് ഈസ്റ്റ് ഒറ്റപ്പാലം ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ കോടതി നിർദ്ദേശിച്ചതെന്ന് PTA പ്രസിഡന്റ് PM.A. ജലീൽ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ യാതൊരു നടപടികളും എടുക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഫണ്ട് ലാപ്സ് ആകുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ സ്കൂൾ PTA ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ 3 മാസങ്ങൾക്ക് മുമ്പ് സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് ഇതിന്റെ വിശദീകരണം തേടുകയും വിശദീകരണം സർക്കാർ നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ ഏജൻസിയായ കിലയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത്. അവർ ഉടൻ തന്നെ ടെൻഡർ നടപടി ആരംഭിക്കും എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കിലയുടെ ബന്ധപ്പെട്ട ആളുകൾ സ്കൂൾ സന്ദർശിക്കുകയും മറ്റു കാര്യങ്ങളും നടന്നു വരികയാണ്. ഇതിൽ PTA എന്ന നിലയിൽ 27ഓളം സ്കൂളുകൾ ഉണ്ടായിട്ടും 2018 27ഓളം സ്കൂളുകൾ അനുവദിക്കപ്പെട്ടിട്ടും ഒരു സ്കൂളും ഇന്ന് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള പ്രാഥമിക നടപടി പോലും ആരംഭിച്ചിട്ടില്ല. നിർമ്മാണ ഏജൻസിയായ കില ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പു നൽകിയതായും PTA പ്രസിഡന്റ് PM.A. ജലീൽ, വൈസ് പ്രസിഡന്റ് NP രാജേഷ്, അംഗം MV അമീർ അലി എന്നിവർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NRIG വർക്കേഴ്സ് യൂണിയൻ വാണിയംകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. വാണിയംകുളം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരം CITU ജില്ലാ കമ്മിറ്റി അംഗം K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ 2004 ഇടതുപക്ഷത്തിന് 62 MP-മാരുടെ പിന്തുണയുള്ളപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി രാജ്യത്തൊരു തൊഴിലുറപ്പ് പദ്ധതിക്ക് രൂപം നൽകണം എന്ന് ഇടതുപക്ഷം അന്നത്തെ 1ാം UPA ഗവൺമെന്റിന്റെ മുമ്പാകെ ഒരു ഡിമാൻഡായി, ഒരാവശ്യമായി വെച്ചത്. അങ്ങനെ രാജ്യത്ത് ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി, ദാരിദ്ര്യമില്ലാത്തൊരു രാജ്യം ഉണ്ടാവുന്നതിന് വേണ്ടി എല്ലാ കുടുംബത്തിനും തൊഴിൽ ആവശ്യപ്പെടുന്ന എല്ലാ കുടുംബത്തിനും ഒരു വർഷത്തിൽ 100 ദിവസത്തേക്കൊരു തൊഴിൽ നൽകുക എന്ന ഗ്യാരണ്ടിയോടുകൂടി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന്റെ പിൻബലത്തിലാണ് ഇന്ത്യ രാജ്യത്തെ 2006 മുതൽ
നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. സത്യാഗ്രഹ സമരത്തിൽ പി ശ്രീലത അധ്യക്ഷയായി. CPIM ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, സുജിത് P രാജ്, P ബാലൻ, VP ജയപ്രകാശ്, A വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. കനാൽ നവീകരണം പുനഃസ്ഥാപിക്കുക, 2 തവണ ഫോട്ടോ എടുക്കുന്ന നടപടി അവസാനിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ തുക അനുവദിക്കുക, കൂലി 600 രൂപയാക്കുക, ഉദ്യോഗസ്ഥരുടെ അനധികൃതമായ ഇടപെടൽ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ ചേർന്ന ഗ്രാമസഭാ യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് നേതാക്കൾ. നടപടി വാർഡിലെ എല്ലാ വോട്ടർമാരെയും അറിയിക്കാതെയാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചതെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഗ്രാമസഭ നിർത്തിവെച്ചു. ഗ്രാമസഭ നടത്തിപ്പിൽ തുടരുന്നത് കെടുകാര്യസ്ഥതയാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK സാജൻ STVയോട് പറഞ്ഞു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14 കസ്തൂർബയിലെ ഇന്നത്തെ വാർഡ് സഭ ഗ്രാമസഭ നിശ്ചിത അംഗങ്ങളില്ലാതെ നടത്താൻ അവർ തയ്യാറെടുക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കളായ ഞങ്ങൾ കുറച്ചുപേർ അവിടെ ചെന്ന് കോറം തികയാതെ ഈ ഗ്രാമസഭ തുടരാൻ പറ്റില്ല എന്നും മുഴുവൻ വോട്ടർമാരെയും നോട്ടീസ് അടിച്ച് വീട്ടിൽ ചെന്ന് കണ്ട് വിളിച്ച് ഗ്രാമസഭ കൂടണമെന്നും ഈ ഗ്രാമത്തിലെ ഈ വാർഡിലെ ഒരു വോട്ടർമാരെയും ഇവർ ഓരോ വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നും ഏകപക്ഷീയമായി ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നും അത്തരം കാര്യങ്ങൾ ഇനി തുടരാൻ അനുവദിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗ്രാമസഭ നിർത്തിവെപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകും. ഷൊർണൂർ RMS ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ RMS സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങലയും പ്രതിരോധ സംഗമവും സംഘടിപ്പിച്ചു. പ്രതിരോധ സംഗമം P മാമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് പ്രത്യേകിച്ചും കേരളം കാട്ട അപസ്മാരപരമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കേന്ദ്ര കാട്ടാൽ തന്നെ മതിയെന്ന്. അപ്പോൾ കേരളത്തോട് അപസ്മാരകരമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ, ഗവൺമെന്റ്, റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ആയാലും വേണ്ട, പോസ്റ്റൽ സർവീസ് ആയാലും വേണ്ടില്ല, നാഷണൽ ഹൈവേ ആയാലും വേണ്ടില്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെല്ലാം അധികാര കേന്ദ്രങ്ങളുണ്ടോ അതിലെല്ലാം തന്നെ കൈവച്ച് അതിനെ ദുർബലപ്പെടുത്തി, അതിനെ നഷ്ടപ്പെടുത്തി, അതിനെ ദുർബലമാക്കാനും ഇല്ലാതാക്കാനും ആണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RMS ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക, തപാൽ സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ഷൊർണൂർ NFPE പ്രസിഡന്റ് TR സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, പോസ്റ്റൽ യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് P ശിവദാസ്, CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം ND ദിൻഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുണ്ടളശ്ശേരി രക്കഞ്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. അതായത് ജലജീവ മിഷന്റെ പൈപ്പ് കീറിയതുകൊണ്ട് അവിടെ ഡബിൾ പണി എടുക്കേണ്ട വന്നുകൊണ്ടാണ് നമുക്ക് ഒരു 12 മീറ്റർ കുറച്ച് വന്നത്. അല്ലെങ്കിൽ ഇവിടെ ഭാഗം കംപ്ലീറ്റ് ആക്കി തീർന്നതിനെ നമുക്ക് ഇനി ഇത്രത്തോളം ആയാലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് കുറച്ചുകൂടെ ഇവിടെ എത്തി. ഇനി ബാക്കി ഘട്ടങ്ങളായിട്ട് നമുക്ക് ചെയ്തു തീർക്കണം. അങ്ങനെ 6, 13 അല്ല 3-ാം വള്ളി ഇനി ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാനുണ്ട്. ഘട്ടമായി ചെയ്തു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സാധാരണക്കാരായ പഞ്ചായത്ത് സാധാരണക്കാർ ജനങ്ങൾ നമ്മളെല്ലാവരും കേരളശ്ശേരിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. പഞ്ചായത്ത് തനത് വരുമാനം കുറിച്ച് ഏറ്റവും ചെറിയ പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം KR ഷാജിദ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ M രമ, OK രാമചന്ദ്രൻ, P രാജേഷ് കുമാർ, UK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായതോടെ മേഖലയിലെ 25ഓളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര വെള്ളറോഡ് കുനിയമ്പാടം ഭജനാനന്ദാശ്രമത്തിലെ മഠാധിപതി ഭജനാനന്ദ സ്വാമികൾ സമാധിയായി. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അന്ത്യം. പത്തനാപുരം താലൂക്കിൽ തലവൂർ കോട്ടൂർ വീട്ടിൽ ഭാർഗവിയമ്മയുടെയും കൊട്ടാരക്കര സദാനന്ദപുരത്തിനടുത്ത് 200 ഭൂവുടമയായ ശങ്കരപിള്ളയുടെയും ഇളയ മകനായാണ് ജനനം. തുടർന്ന് വെട്ടിക്കവല ഹൈസ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സദാനന്ദ ആശ്രമത്തിൽ 14 മാസവും ഭാരതീപുരം ആശ്രമത്തിൽ 8 വർഷവും സേവന പ്രവർത്തനങ്ങളിൽ മുഴുകി. 1969 ഏപ്രിലിൽ
സ്വാമിജി ഋഷികേശ് ആശ്രമത്തിൽ ചേർന്നു. അന്നത്തെ പ്രസിഡന്റ് മഹാരാജ് ചിദാനന്ദ സരസ്വതിയിൽ നിന്ന് സന്യാസം സ്വീകരിച്ചു. 1998 പാലക്കാട് ജില്ലയിലെ മങ്കര വെള്ളറോഡ് കുനിയമ്പാടത്ത് ഭജനാനന്ദ ആശ്രമം സ്ഥാപിച്ചത്. ആശ്രമത്തിൽ തന്നെ സമാധി മണ്ഡപവും ഒരുക്കിയിരുന്നു. വ്യാഴാഴ്ച രാത്രി നടന്ന സമാധി ചടങ്ങുകൾക്ക് ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ ധർമ്മസ്വരൂപാനന്ദ സ്വാമി, ശിവനന്ദാശ്രമത്തിലെ സ്വരൂപാനന്ദ സരസ്വതി, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, വസന്താനന്ദ സരസ്വതി, ദേവാനന്ദപുരി, കിഷോർ ശാന്തി, വിശ്വനാഥൻ മാങ്കുർശി, PT കൃഷ്ണനുണ്ണി എന്നിവർ നേതൃത്വം നൽകി. സ്വാമിജിയുടെ പൂർവ്വകാലം കൊട്ടാരക്കര സദാനന്ദ ആശ്രമവുമായി ബന്ധപ്പെട്ട് ബാല്യത്തിൽ കുറേയധികം ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ നടത്തി. അതിനുശേഷം ഋഷികേശിൽ പോയി പൂജ്യ ശിവാനന്ദ സരസ്വതി സ്വാമികളുടെ നേരിട്ടുള്ള ശിഷ്യനായ ചിദാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട്, സന്യാസ ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് വളരെ കാലം ഋഷികേശിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല സാധനാ സ്ഥലികളിൽ തപസ്സും സ്വാധ്യായവും ഒക്കെ ആയി ജീവിതം മുന്നോട്ട് നയിച്ച് അതിനുശേഷം തിരിച്ച് കേരളത്തിൽ വന്ന് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരിയിൽ കൃഷ്ണാശ്രമം എന്നുള്ളൊരു ആശ്രമം സ്ഥാപിച്ചുകൊണ്ട് അവിടെ കുറച്ചു കാലം ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം 1996 ഇവിടെ മങ്കരക്കടുത്തുള്ള ഈ കുനിയമ്പാടം എന്ന സ്ഥലത്ത് വരികയും ഇവിടെ ശിവാനന്ദാശ്രമം സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ സ്വാമിജിയുടെ തപോനിഷ്ഠയും സാധ്യവുമായിട്ട് ഇവിടെ തന്നെ കഴിയുകയും ഇവിടെയുള്ള സജ്ജനങ്ങൾക്ക് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾക്കൊരു ഗുരുവായി കണ്ടുകൊണ്ടൊരു കാരണവരും ഗുരുവും ഒക്കെ ആയി കണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കുകയായിരുന്നു. നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനായെത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി. കോടതി നടപടി BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശം. തിരൂർ സതീഷിന്റെ മൊഴി പോലീസ് ശനിയാഴ്ച രേഖപ്പെടുത്തും. പാലക്കാട് ചിറ്റൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി ഒരാൾ മരിച്ചു. മരിച്ചത് മൈസൂർ സ്വദേശിനി പാർവതി. ഒപ്പമുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടം വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെ. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിനിടെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങളെ കയ്യേറ്റം ചെയ്തതായി പരാതി. CPM പ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് UDF ജനപ്രതിനിധികൾ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗത്തെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി. അയോഗ്യനാക്കിയത് 6ാം വാർഡ് അംഗം PI ഷാനവാസിനെ. CPM തൃത്താല ഏരിയ സമ്മേളനത്തിന് പ്രൗഢോജ്വല തുടക്കം. സമ്മേളനം ഇരുമ്പകശ്ശേരി അമാന കൺവെൻഷൻ സെന്ററിൽ സജ്ജീകരിച്ച VM ബാലൻ മാസ്റ്റർ നഗറിൽ. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 180ഓളം പ്രതിനിധികൾ. ഏരിയ സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.